ലിപ്സ്റ്റിക് പ്രേമികളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളിയായിട്ടുള്ള കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷനായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് മീൻസ് 1, 2, 3 ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റും. അതുപോലെ തന്നെ ഭയങ്കര റേറ്റ് ഒന്നുമല്ല, എന്നാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്, അടിപൊളി ഷെയ്ഡുമാണ് കേട്ടോ. ഞാനിങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അങ്ങനെ ഓവർ തെരഞ്ഞിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ നോക്കി മേടിച്ച്. പക്ഷെ അതൊന്നും ആദ്യമായിട്ട് ഞാൻ പറയാം ലിപ്സ്റ്റിക്ക് വാങ്ങിയിട്ട് എനിക്ക് ഭയങ്കര സെറ്റായിട്ട് തോന്നി. അപ്പം ഞാൻ എന്തായാലും ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പം എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നല്ല എന്താ പറയുക, നിങ്ങൾക്ക് നല്ല അടിപൊളി ഒരു ഷെയ്ഡാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്കെന്തായാലും വീഡിയോയിലോട്ട് പോകാം. 4 വെറൈറ്റി കളേഴ്സ് ഓഫ് ലിപ്സ്റ്റിക് ആയിട്ട് ഇത് 2 കൂടെ ഞാൻ ഓർഡർ ചെയ്തത്. ഇതെല്ലാം പർച്ചേസ് ചെയ്തത് നമ്മൾ ആമസോണിൽ നിന്നാണ് കേട്ടോ. എല്ലാം 300-ന് താഴെ ഉള്ളൂ, 300-ൻ്റെ ഒന്നും കൂടുതലില്ല കേട്ടോ. അടിപൊളി ഷെയ്ഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇത്രയും ചെറിയ എമൗണ്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, അടിപൊളിയായിട്ട് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അടിപൊളി കളറും കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരെണ്ണം ഇതിൽ സ്റ്റുഡിയോ ഉള്ളതാണ് കേട്ടോ. ഇനി 2 ലിപ്സ്റ്റിക്കും കൂടെ വരാനുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്ക് ക്ഷമയില്ല. ബാക്കി 2 ലിപ്സ്റ്റിക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇടാം കേട്ടോ. ഒരു പക്ഷേ ഇതായിരിക്കും എൻ്റെ ലാസ്റ്റിൽ മീൻസ് എൻ്റെ ഇന്ത്യയിൽ നിന്നിട്ടുള്ള ലാസ്റ്റ് വീഡിയോ. അപ്പോൾ ചെറിയ സർപ്രൈസ് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക്. അതൊക്കെ വഴിയെ കാണാം, വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇന്നെന്തായാലും നമുക്ക് അടിപൊളിയായിട്ടുള്ള നല്ല അടിപൊളി കളർ നമുക്ക് കണ്ടുനോക്കാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ലിപ് പെൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ലിപ് ലൈനർ ലിപ്സ്റ്റിക്കായിട്ട് യൂസ് ചെയ്യാൻ, നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ അതിലൊരു ഷെയ്ഡാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്, രസമുണ്ടോ? ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി കളറാണ്, ഒരു രക്ഷയില്ലാത്ത കളറാണ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് മായ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സാധനം ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. ടിഷ്യൂ നമ്മൾ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഷെയ്ഡൊക്കെ ഒന്ന് പറഞ്ഞേക്കാം. മാഴ്സാണ് ഞാനൊന്ന് മേടിച്ചത്. ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മൈൻഡിലില്ല, കാണാതെ പറയാനും വയ്യ. കുറേ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. എന്തായാലും 300-ൻ്റെ താഴെ വന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ 400-ൻ്റെ താഴെ, അത്രയേ ഉള്ളൂ. ഈ 300-ൻ്റെ താഴെ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇട്ടേക്കാം കേട്ടോ. പിന്നെ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു സാധനം വാങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇതെന്താ പറയുക, മസ്റ്റ് ട്രൈ ആണ്. അത്ര ഇതൊക്കെ ഒരു ക്രീമി ടെക്സ്ചർ ആണെങ്കിൽ പോലും നമുക്ക് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയി നിൽക്കും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ കോഫി കമാൻഡ്, ശരിക്കും പറഞ്ഞാൽ ഇത് 2 കിട്ടിയപ്പോൾ എനിക്ക് ഇതിനോടുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞ് ഇത് 2നോടുമായി ഭയങ്കര താല്പര്യം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റുഡിയോ പോയ സമയത്ത് അവിടെ നിന്ന് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇതും എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇതെല്ലാം അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് എന്ന് നിങ്ങൾ പറയുമ്പോൾ വിചാരിക്കും ഒരുപാട് നേരം നിൽക്കും. അല്ല കേട്ടോ, ഒരുപാട് നേരം നിൽക്കും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇത് നമുക്ക് അത്യാവശ്യം നിൽക്കും, മീൻസ് നമ്മൾ ഡാക്സിലൊക്കെ ലിപ്സ്റ്റിക്ക് ഇട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല. കുറച്ച് കഴിയുമ്പോൾ ആ ലിപ്സ്റ്റിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ലിപ്പിൽ നിന്ന് പോവും, അധിക നേരം ലോങ് ലാസ്റ്റിംഗ് അല്ല. പക്ഷെ അതൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇടുവാണ് ഗൈസ്. അപ്പം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെ ഒരു സാധനങ്ങളാണ് കേട്ടോ. ഈ കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്കുണ്ടല്ലോ, കയ്യിലത്ര പൈസ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഈ ജോലി ചെയ്യുന്നവരെ പോലെ എല്ലാം വാങ്ങി കൂട്ടാനും പറ്റില്ല. പക്ഷെ അവർക്കൊക്കെ ഭയങ്കര താല്പര്യമായിരിക്കും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ലിപ്സ്റ്റിക്കൊക്കെ മേടിക്കാമെന്ന് പറഞ്ഞാൽ. ഇപ്പോഴത്തെ കോളേജ് പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒന്നും കോളേജ് ടൈമിലുള്ള പിള്ളേരെ പോലെയല്ല. ലിപ്സ്റ്റിക്കൊക്കെ ഇടാതെ പോകാമെന്ന് പറഞ്ഞാൽ റെയർ ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ലിപ്സ്റ്റിക്ക് ഇടാതെ പോകത്തുള്ളൂ. ബാക്കി എല്ലാവരും എന്തായാലും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ നല്ല അടിപൊളി ഷെയ്ഡാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഏതെടുക്കാം, നമുക്ക് സ്റ്റുഡിയോ തന്നെ തുടങ്ങാം. സ്റ്റുഡിയോ ലിപ്സ്റ്റിക്ക് തന്നെ തുടങ്ങാം. അപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ലിപ്സ്റ്റിക്ക് നമുക്കൊന്ന് മായ്ച്ചെടുക്കാം കേട്ടോ. മായ്ച്ചെടുത്തിട്ട് ഇടുന്നതായിരിക്കും നല്ലത്. കണ്ടോ, ലിപ്സ്റ്റിക്കൊക്കെ മായ്ക്കാൻ വേണ്ടി ഞാൻ ടിഷ്യൂ ഒക്കെ വാങ്ങി. എത്ര ആത്മാർത്ഥതയുള്ള ആളാന്ന് നോക്കണേ. ആ ലിപ്സ്റ്റിക്ക് പോകുമ്പോഴാണ് നമ്മുടെ ഫേസ് മൊത്തം അങ്ങ് ഡള്ളാവുക, അയ്യേ എന്നായി പോകുന്നല്ലേ. ഈ കരിഞ്ഞ ചുണ്ടിൽ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് എന്താ ലുക്ക് എന്നൊക്കെ ആയിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. ആ ലിപ്സ്റ്റിക്ക് അങ്ങ് പോയി കഴിഞ്ഞാൽ ആ ഒരു ആളെ ടോട്ടൽ രൂപമേ മാറിക്കണ്ടോ. എൻ്റെ കണ്ടില്ലേ, എന്തോ പോലെ ഇല്ല ഇപ്പോൾ, മറ്റേ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നില്ലേ. ഞാൻ ലിപ്പിലുള്ള എല്ലാ ലിപ്സ്റ്റിക്കും ഞാനിപ്പോൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. നമുക്ക്
സുഡിയോടെ ലിപ്സ്റ്റിക് ഇട്ട് നോക്കാം. ഇത് 149 ഉള്ളൂ കേട്ടോ റേറ്റ്. പക്ഷെ അടിപൊളിയാണ് ഗൈസ്. ഇത് സാറ്റിൻ വിക്ട് B3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് കണ്ടോ, ഒരു നല്ല കളറ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഓൾ സ്കിന്നിന് ചേരും, എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു കളറാട്ടോ. നല്ല ബ്രൈറ്റൻ ചെയ്യാൻ, അതായത് ഇട്ട് കഴിയുമ്പോൾ ഒരു ബ്രൈറ്റ് ലുക്ക് കിട്ടും. അതേപോലെ തന്നെ കളർ കുറച്ച് ഡൗൺ ആയിട്ടുള്ളവർക്ക്, ഫേസ് കളറൊക്കെ കുറച്ച് ഡൗൺ ആയിട്ടുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് നല്ല രസത്തിൽ നിൽക്കും. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ നല്ല ക്രീമി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും ഇട്ട് നോക്കാം. നല്ല രസമല്ലേ? മീൻസ് ഇതിങ്ങനെ ഞാൻ വിചാരിച്ചു ഇതെന്തായാലും പോവും. ഇത് നമ്മുടെ എന്താ പറയുക, സ്റ്റുഡിയോന്ന് ഇത്ര ചെറിയ പൈസയ്ക്ക് വാങ്ങിയതല്ലേ, ഇത് അധികം നേരം നിൽക്കൂല, ലോങ് ലാസ്റ്റിംഗ് അല്ല എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അത്യാവശ്യം ഒരു ടൈമിൽ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസം. മീൻസ് ഒരു 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 നല്ല ഓയിൽ പിൻ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഇതിലാണ് നിൽക്കുന്നത്. ഭയങ്കര ഡ്രൈ അല്ല, എന്താ പറയുക, നല്ല അടിപൊളി സ്മൂത്തായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് തിന്നാൻ തോന്നുമായിരുന്നു, അങ്ങനെ രസം. മീൻസ് ഇങ്ങനെ തിന്നുന്ന ഒരു സ്റ്റൈലിലാണ് ഇതുള്ളത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കിത്. ഇതിന് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. നല്ല അടിപൊളി കളറാണ് കേട്ടോ. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ഞാൻ മെൻഷൻ ചെയ്തിടും. നിങ്ങൾ സ്റ്റുഡിയോ പർച്ചേസൊക്കെ ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾക്ക് സ്റ്റുഡിയോ പോയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഭയങ്കര താല്പര്യമുള്ളവരാണെങ്കിൽ ഇതിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് ചേരുന്ന തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഷുവറാണ് ഈ കളറൊക്കെ കുറച്ചും കൂടെ എന്നെക്കാളൊക്കെ ഡൗൺ ആയി കളറുള്ളവർക്കും എന്നെക്കാളും കൂടുതലുള്ളവർക്കും ബ്രൈറ്റൻ ആയിട്ട് തന്നെ തോന്നുള്ളൂ. അല്ലാത്തവർക്കും നല്ല ഭംഗിയുണ്ടാവും. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഗൈസ്. പിന്നെ എനിക്കൊന്നും പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്ത് പറയാൻ പറ്റില്ല ഈ കളർ നിങ്ങൾക്ക് ചേരും എന്ന് ഒരിക്കലും 100% പറയാൻ പറ്റില്ല. എന്നാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോരുത്തർക്കും ഓരോ ഷെയ്ഡായിരിക്കും ചേരുന്നത്. ചിലവർക്ക് നമുക്ക് ചേരുന്നില്ല എന്ന് ചിലവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര കോൺഫിഡൻസ് ലെവൽ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ചിലവർക്ക് എന്താ പറയുക, അങ്ങനെ ഓരോരുത്തർ താല്പര്യമാണ്, എല്ലാവരെയും ഇഷ്ടങ്ങൾ. അല്ലാണ്ട് ഒരിക്കലും മറ്റുള്ളവർ പറഞ്ഞിട്ടല്ലല്ലോ ഒരാൾക്ക് ഇത് ചേരും അല്ലെങ്കിൽ ഇത് നീ എടുത്തോ. പക്ഷെ ഓരോരുത്തർ ഇഷ്ടമാണ് എങ്ങനത്തെ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഇടണം, ഇത് ഓക്കെ ആണോ അല്ലേ എന്നുള്ളതൊക്കെ ഓരോരുത്തർക്കുള്ള ഓരോ താല്പര്യങ്ങളാണ്. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒരു 200 രൂപയുടെ താഴെയുള്ളൂ, അതിനേക്കാളും വലിയ റേറ്റ് ഒന്നുമില്ല. അപ്പം ഇതാണ് ഗൈസ് ലിപ്സ്റ്റിക്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. മായ്ച്ച് എൻ്റെ ചുണ്ടെല്ലാം കൂടെ പൊളിഞ്ഞു കയറി വരുന്നാ തോന്നുന്നത്. പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ആണ് കേട്ടോ, വാട്ടർ പ്രൂഫ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ റേറ്റും ഞാൻ എന്തായാലും കൊടുത്തേക്കാം കേട്ടോ. ഇത് ബ്രോസോൺ എന്ന് പറയുന്ന ഒരു 417 നമ്പർ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആമസോണിൽ ഞാൻ ട്രൈ ചെയ്യുമ്പോൾ അതിൽ കണ്ട കളറൊന്നും അല്ലായിരുന്നു, ഡെമോയിൽ കണ്ട കളറൊന്നും അല്ലായിരുന്നു. പക്ഷേ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പം നല്ല എന്താ പറയുക, ഒരു മാറ്റ് ഫിനിഷ് തരൂല്ലേ. മീൻസ് പെട്ടെന്നൊന്നും ഇതിങ്ങനെ ലിപ്പിൽ നിന്ന് പോവാത്തൊരു സാധനമാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം, കാരണം നോക്കണം, എനിക്കൊന്നും കാണാപ്പാടം ഞാനൊന്നും നോക്കി നോട്ട് ചെയ്ത് വെച്ചിട്ടല്ല ഞാൻ എപ്പോഴും വീഡിയോ എടുക്കാറ്. അതിൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും, എന്തായാലും സോറി. അപ്പോൾ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഞാനിത് പറഞ്ഞു പോകുന്നതിനേക്കാളും നല്ലത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ഇത് പർച്ചേസ് ചെയ്യാനും എളുപ്പമായിരിക്കുമല്ലോ. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കാം. അത് ഇട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്നൊരു കോള് വന്നിട്ടോ, അതാ പിന്നെ ഞാൻ
കട്ടായിപ്പോയി വീഡിയോ പകുതി വെച്ചിട്ട്. അപ്പം ഞാൻ ആ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്വിസ് ബ്യൂട്ടിയുടെ അടിപൊളിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമുക്ക് നല്ല ന്യൂഡായിട്ടുള്ള കളറാണ്. പക്ഷേ അങ്ങനെ ഫേസിലിട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക രസം, മീൻസ് ഓരോരോ ഒരു ഭംഗി തോന്നുന്നുണ്ട്. ഞാൻ പറയുന്നത് ക്രീമി ടെക്സ്ചർ ആണെങ്കിലും അത് ഇട്ട് കഴിയുമ്പോൾ ചുമ പിടിച്ചുപോയി. അപ്പം ക്രീമി ടെക്സ്ചർ ആണെങ്കിലും ഇത് ഇട്ട് കഴിയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ നല്ല പെട്ടെന്നൊന്നും പോവാത്ത രീതിയിലായിരിക്കും ലിപ്പിൽ നിൽക്കുന്നത്. നല്ല നല്ല രസമുള്ള കളറ്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടെന്നോ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഒരു കളറൊന്നുമല്ല, ഒരു കിടക്കാച്ചി കളറാണ് കേട്ടോ. ന്യൂഡ് കളറിനെ പ്രേമിക്കുന്നവർക്ക് മസ്റ്റായിട്ട് വാങ്ങാൻ പറ്റിയൊരു സാധനമാണ് അത്, സ്വിസ് ബ്യൂട്ടിയുടേത്. അപ്പം നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിയാൽ മതി. എല്ലാം കൂടെ വാങ്ങണമെന്നൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും, ഇത് എന്തോ ഈ പെണ്ണുമ്പിള്ള കിടന്ന് ഓരോ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളർ മാത്രം നിങ്ങൾ മേടിക്കുക, എല്ലാം കൂടെ വാരി മേടിക്കൊന്നും വേണ്ട കേട്ടോ. ഇതിപ്പോൾ ഞാൻ മേടിച്ച് വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് കാലത്തേക്ക് ഇനി ഇന്ത്യയെ വിടാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് ഞാൻ ഈ സാധനം മേടിച്ചത്. ഇത്രയും കളർ വാങ്ങി. അല്ലെങ്കിൽ ഞാൻ 1-2 ഫേവറേറ്റ് കളർ മാത്രമേ വാങ്ങാറുള്ളൂ. പക്ഷെ എനിക്ക് ലിപ്സ്റ്റിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറേ വാങ്ങി വെക്കാറുണ്ട്. മീൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട തന്നെ റിപ്പീറ്റ് ചെയ്ത് വാങ്ങും. ഞാൻ ഭയങ്കര ഓവർ ഷെയ്ഡുകളൊക്കെ വാങ്ങാറില്ല, റെയറായിട്ടാണ്. പിന്നെ യൂട്യൂബ് തുടങ്ങിയപ്പോഴാണ് തോന്നുന്നു ഞാൻ പിന്നെയും വാങ്ങാൻ തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ പോട്ടെ, നമുക്ക് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ കണ്ടല്ലോ, രസം ഉണ്ടാവും ഇല്ല, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനിയാണ് മോനെ ക്രയോൺ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മൾ ലിപ്പിലിട്ട പാടും ഇത് പോവും, അധികം നേരം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കൂല, ഇല്ലെങ്കിൽ അത് വെറുതെയാണ്. പക്ഷേ അതൊന്ന് മാറ്റി മറച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു ചിന്താഗതി വെറുതെ ആയിരുന്നു എന്നുള്ള മാറ്റി മറിച്ചൊരു സാധനമാണ് മാർസിൻ്റെ ലിപ് ക്രയോൺ കേട്ടോ. ഗേൾ പവർ 10 ഒരുപാട് ആൾക്കാർ എനിക്ക് തോന്നുന്നു റിവ്യൂ ഇട്ടൊരു സാധനമായിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ മക്കളെ, അത് റിവ്യൂ ഇടുന്നത് പോലെ തന്നെ കിടുക്ക സാധനമാണ്, അടിപൊളി സാധനം കേട്ടോ. ഇത് ഗേൾ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളിയാണ് കേട്ടോ, അടിപൊളിയാണ്. ഞാൻ ഇട്ട് കാണിച്ചു തരാം. ഒരു ഓറഞ്ച്, ഒരു മെറൂൺ, അതാണ് അങ്ങനെയാണ് പറയാന്നറിയില്ല കളറിന്. ഞാൻ ഉദ്ദേശിച്ച കളർ അത് തന്നെയായിരിക്കും. ഇത് രണ്ടും കൂടെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറ്, പക്ഷേ ഭയങ്കര രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല ബ്രൈറ്റ് ആയിട്ട് സ്കിന്ന് തോന്നും എനിക്കിതിടുമ്പോൾ നോർമലി കേട്ടോ. ഇപ്പം ഞാൻ സൺസ്ക്രീൻ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ഇട്ടിട്ട് ഇതിടുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു എല്ലാവർക്കും ചേരുന്ന ഒരു ടൈപ്സ് ഓഫ് കളർ തന്നെയാണ് എന്നുള്ളത്. നിങ്ങളിത് മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റ് ആട്ടോ, മാർസിൻ്റെ ഗേൾ പവർ 10. അപ്പോൾ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്നും വലിയ റേറ്റ് ഇല്ല ഗൈസ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ റേറ്റിനൊരു കിടില സാധനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഭയങ്കര തോന്നി. കാരണം നല്ല രസമാട്ടോ. നിങ്ങൾക്ക് ഇതിൽ കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുക എനിക്കറിയില്ല. ഞാൻ എൻ്റെ മാക്സിമം ഒരു ഇതെടുത്തിട്ട് തന്നെ കാണിക്കുന്നത് ഉണ്ടോ. അടിപൊളി കളർ കേട്ടോ, ഒന്നും പറയാനില്ല, കിടുക്കാച്ചിയാണെന്നേ. ഇതും നമ്മൾ ഇടുമ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആണെങ്കിൽ മീൻസ് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഒരു വേറൊരു ടെക്സ്ചർ ആവും ലിപ്പിലിട്ട് കഴിയുമ്പോൾ. അപ്പം പെട്ടെന്ന് പോവുമൊന്നുമില്ല, അത് അത്യാവശ്യമൊക്കെ നിൽക്കും. നിങ്ങൾ 6-7 മണിക്കൂറൊന്നും നിൽക്കുന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. അതിൻ്റെ ഒരു ടൈം പീരീഡ് കുറച്ചെന്നാലും അത്യാവശ്യം നിൽക്കുന്നുണ്ട്, പെട്ടെന്ന് അങ്ങനെ പോവില്ല. നമ്മളെന്തെങ്കിലും ഫുഡ് കഴിച്ച് കഴിഞ്ഞാലോ വെള്ളം കുടിച്ചു കഴിഞ്ഞാലൊക്കെ അത്യാവശ്യം നിൽക്കുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇൻസൈറ്റിൻ്റെയാണ് കോഫി കമാൻഡ്. ഇത് 190 രൂപയുള്ളൂ കേട്ടോ, ചിലപ്പോൾ 86 രൂപയ്ക്കും കിട്ടാറുണ്ട്. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, അടിപൊളി ഷെയ്ഡാണ്. ഇത് ഒരു ഓറഞ്ച് ഷെയ്ഡാണ്, ഒരു ഓറഞ്ച് കളർ ഷെയ്ഡാണ്, നല്ല പൊളിയാണ്.
ഇതെൻ്റെ ഫേവററ്റ് ആണ്. കുറേ നാളുകൾ എനിക്കിഷ്ടം. ഇതൊരു ന്യൂഡ് ഷെയ്ഡിലോട്ടാണ് വരിക ശരിക്കും പറഞ്ഞാൽ. ഇതിൻ്റെ പേര് പോലെ തന്നെ ഒരു കോഫി കൈൻഡ് ഓഫ് ചോക്ലേറ്റ് മണം കേട്ടോ. നല്ല കിടിലം സ്മെല്ലാണ്. ഇത് അത്യാവശ്യം നല്ല ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. അത്യാവശ്യം ഇങ്ങനെ കുറച്ച് എന്താ പറയുക മാറ്റായിട്ട് നിൽക്കുന്നതിന് ഇങ്ങനെ സ്പ്രെഡ് ആവത്തൊന്നുമില്ല. ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ ലെവലായിട്ട് നിൽക്കും. ഇതും കുറച്ച് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് അമേസിങ് പ്രൈസാണ്. അതുപോലെ ഭയങ്കര രസമുള്ള ഒരു ഷെയ്ഡാണ്. എൻ്റെ സിസ്റ്റർ എന്നെക്കാളും കുറച്ചും കൂടെ കളർ ഫെയ്ഡാണ്. അപ്പം ഞാനിങ്ങനെ കളറിൻ്റെ ആജ്ഞാപിക്കുകയാണ്, കളറിനെ തരം തിരിക്കാന്നൊന്നും പറയില്ല കേട്ടോ. അപ്പം എന്നെക്കാളും കുറച്ചും കൂടെ കളർ കുറവ്. പക്ഷെ അവൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി ഷെയ്ഡ്. കാരണം അവൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ ഷെയ്ഡ് യൂസ് ചെയ്യുമ്പോൾ. ഇത് നിങ്ങൾ നന്നായിട്ടൊന്ന് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ലിപ്സ്റ്റിക് കളക്ഷൻ എന്നുള്ളത്. എനിക്ക് ഇങ്ങനെയൊക്കെ വിവരിക്കാൻ അറിയുള്ളൂ. ഇതിൽ കൂടുതലൊക്കെ വിവരിക്കാൻ വേണ്ടി ഞാൻ ഭയങ്കര എഫിഷ്യൻ്റ് ആവണം. ഞാൻ അതിനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കളറൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നത് കേട്ടോ, അല്ലാണ്ട് എല്ലാം കൂടെ വാരി വലിക്കുകയൊന്നും വേണ്ട കേട്ടോ. 1-2 നിങ്ങൾക്ക് ലൈക്ക് ആവുമല്ലോ. ആ ലൈക്കായ സാധനങ്ങൾ നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. കിടിലം അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ബാക്കി കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ജോലിയുടെ ഭാഗമായിട്ട് വിദേശത്തോട്ട് പോവാണ്. ആ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ എന്താ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമുക്ക് മുന്നോട്ട് കുറേ വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ പവറായിട്ട് വരാനുള്ള പവറൊക്കെ നിങ്ങൾ വേണം തരാൻ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓക്കെ, ബൈ.